ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതിനെക്കുറിച്ചാണ് എനിക്കിത് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നത്, അത് നമ്മളോട് തന്നെ എങ്ങനെയാണ് പെരുമാറണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അതുപോലെ ആയിരിക്കണം നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. മറ്റുള്ളവരെ കേൾക്കാനായിട്ട് ഒരു സമയം നമുക്ക് കണ്ടെത്താം, മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് വളരെ സൗമ്യമായിട്ട് നമ്മൾ സംസാരിച്ചാൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് മറ്റുള്ളവരെ കണ്ണി നോക്കി സംസാരിക്കാം. പലരും കണ്ണി നോക്കത്തില്ല, പേടിയായിരിക്കും. നമുക്ക് അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാം. അതുപോലെ നമ്മുടെ വായ തുറക്കുന്നത് നല്ലത് പറയാൻ വേണ്ടി മാത്രമാകട്ടെ, വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ നമ്മുടെ വായ തുറക്കാതിരിക്കാം. മിണ്ടാതിരുന്നാൽ അകൽച്ച വരും, മിണ്ടിയാൽ നമുക്ക് പാലം പണിയാം. ഈ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ വയ്ക്കുക. പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും ഇപ്പം ഫോണാണ് അവരുടെ ഇടയിൽ, ഫോണിനോടാണ് കൂടുതൽ സംസാരിക്കുന്നത്. മനുഷ്യന്മാരുമായിട്ട് കണ്ടുമുട്ടുന്നില്ല, കണ്ടുമുട്ടിയാലും സംസാരിക്കാൻ നേരമില്ല. അവർക്ക് അവരുടെ ഫോണുമായിട്ടാണ് ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ പലരും കാണുന്നത്, അല്ലേ? അതുപോലെ വിശന്നിരിക്കുന്ന ആളോടും ദേഷ്യപ്പെടുന്ന ആളോടും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയരുത്. നമുക്ക് ആ ഒരു കാര്യം അത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. വിശന്നിരിക്കുന്ന ആളോടും ദേഷ്യപ്പെടുന്ന ആളോടും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയരുത്. 80% നമുക്ക് കേൾക്കാം, 20% നമുക്ക് സംസാരിക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ വെറും 20% മാത്രം സംസാരിക്കുക, 80% അവരെ കേൾക്കുക എന്നതാണ്. ആ ഒരു കേൾവിക്ക് തന്നെ ഒരുപാട് ബന്ധങ്ങൾ, അതിനൊരു അടിത്തറ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഒരാളടുത്ത് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുമ്പം പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഗുഡ് മോർണിംഗ് പറയും. ഹാപ്പി ആയിട്ട് അവരെ ഇരുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, സ്നേഹത്തോടെ സംസാരിക്കാം. ഒരു നെഗറ്റീവ് നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കാൻ നോക്കാം. ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ് പറയും, അയ്യോ നീ തടിച്ചിട്ടാണോ, അല്ലെങ്കിൽ നീ മെലിഞ്ഞിട്ടാണോ, നീ ഭയങ്കരമായിട്ട് തടിച്ചല്ലോ, മെലിഞ്ഞല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തേതായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അത് തന്നെ അവരെ നെഗറ്റീവ്, അയ്യോ ഞാൻ എന്തുവാ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര പെട്ടെന്ന് തടിച്ചോ, അല്ലെങ്കിൽ ഇത്ര മെലിഞ്ഞിട്ടാണോ ഞാനിരിക്കുന്നത്, അത് അവരുടെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് ഇടവരും. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും സ്നേഹത്തിൽ പെരുമാറാം, ഒരുപാട് സന്തോഷത്തോടെ അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാനായിട്ട് നോക്കാം.